നമ്മൾ വളരെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി വരികയാണ്. BJPയുടെ പുതിയ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരികയാണ്. രണ്ടാമത്തെ പട്ടിക അതിങ്ങനെയാണ്. കാസർഗോഡ് ML അശ്വിനി മത്സരിക്കും. അശ്വിനി കാസർഗോഡിന് വേണ്ടി ലക്ഷ്യം നീക്കം നടത്തുന്നു എന്ന സൂചന നേരത്തെ ഉണ്ടായിരുന്നു. ML അശ്വിനി മത്സരിക്കും. ഒപ്പം കല്യാശ്ശേരിയിൽ AV സനിൽകുമാറാണ്, തളിപ്പറമ്പ് N ഹരിദാസ്, ധർമ്മടത്ത് K രഞ്ജിത്ത്, തലശ്ശേരിയിൽ O നിധീഷ്, കൂത്തുപറമ്പിൽ ഷിജിലാൽ, മട്ടന്നൂരിൽ ബിജു ഇലക്കുറിച്ചി. ഇതടക്കം മറ്റ് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളുടെ കണക്കിലേക്ക് വരുമ്പോൾ നമുക്ക് BJPയുടെ സാധ്യതകൾ നോക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായി വരുന്നത് ആറന്മുളയാണ്. ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ തന്നെ എന്ന പ്രധാനപ്പെട്ട തീരുമാനം കൂടി വരികയാണ്. അങ്ങനെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളുടെ ലിസ്റ്റാണിപ്പോൾ പുറത്തുവിടുന്നത്. വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. BJP അവരുടെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെ പേര് വിവരങ്ങൾ പുറത്തുവിടുകയാണ്. അതിലാണിപ്പോൾ നേതാക്കളുടെ പേരുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പട്ടാമ്പിയിൽ P മനോജ്, ഒപ്പം കോങ്ങാട് രേണു സുരേഷ് മത്സരിക്കുന്നു. അതടക്കം ഗുരുവായൂർ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ്റെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ കൊടുങ്ങല്ലൂരിൽ അദ്ദേഹം സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഗുരുവായൂരിലാണ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണന് രണ്ടാം വട്ട പട്ടികയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം പറവൂരിൽ അടുത്തിടെ കോൺഗ്രസ് വിട്ട് BJPക്കൊപ്പം ചേർന്ന വത്സല പ്രസന്നകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. അതായത് പറവൂരിൽ VD സതീശനെതിരെ മുൻ കോൺഗ്രസ് നേതാവിനെ തന്നെ കളത്തിലിറക്കാൻ BJP തയ്യാറാകുന്നു. വത്സല പ്രസന്നകുമാറിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ടാണ് നീക്കം. നാട്ടികയിൽ CC മുകുന്ദൻ തന്നെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെന്ന് ഈ ലിസ്റ്റിൽ വ്യക്തമാക്കപ്പെടുന്നുണ്ട്. ഒപ്പം റോബിൻ രാധാകൃഷ്ണൻ, അടുത്തിടെ പാർട്ടിയിലെത്തിയ റോബിൻ രാധാകൃഷ്ണൻ, ബിഗ് ബോസ് താരം, അദ്ദേഹം കുണ്ടറയിൽ സ്ഥാനാർത്ഥിയാണ്. ആറന്മുളയിൽ കുമ്മനം രാജശേഖരനാണ് സ്ഥാനാർത്ഥി. ഇതാണ് BJPയുടെ പുതിയ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. എപ്പോഴും ചില മണ്ഡലങ്ങൾ BJP ഒഴിച്ചിടുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം തിരുവനന്തപുരം മണ്ഡലത്തിൽ ആരാണ് സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ വ്യക്തത കൈവന്നിട്ടില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. അതടക്കമുള്ള ചില ഭാഗങ്ങളിൽ ഇപ്പോഴും വ്യക്തത തുടർന്നുകൊണ്ടാണ് തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. BJPയുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് പുറത്തിറക്കിയിരിക്കുന്നത്. എന്നാൽ സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലെയും വ്യക്തത വരുത്താതെയാണ് ഈ തീരുമാനമുണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ഒരു മണ്ഡലങ്ങളെയും പരാമർശിക്കാതെയാണ് രണ്ടാമത്തെ പട്ടിക പുറത്തിറങ്ങിയിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കിരൺ ബാബു ചേരുന്നുണ്ട്. കിരൺ, BJP രണ്ടാമത്തെ പട്ടിക പുറത്തിറക്കുമ്പോൾ കുമ്മനം രാജശേഖരനെ ആറന്മുളയിലാണ് പരിഗണിച്ചിരിക്കുന്നത്. ആറന്മുള പോലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള ഇടങ്ങൾ ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുക്കുന്നു, BDJSനും മറ്റും വിട്ടുകൊടുക്കുന്നത് വലിയ ആക്ഷേപം ഉണ്ടായിരുന്നതാണ്. അവിടെ ഇപ്പോൾ തീരുമാനം വരുന്നത് ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ എന്നാണ്. നമ്മളൊക്കെ ആദ്യം പ്രതീക്ഷിച്ച ഒരു കാര്യം കുമ്മനം തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്നതാണ്. പക്ഷേ ആ തീരുമാനം അങ്ങനെയല്ല വരുന്നത്. എന്താണ് ഈ ലിസ്റ്റിൻ്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് കിരൺ? ഈ ലിസ്റ്റിൽ വിശദാംശങ്ങൾ ഏറ്റവും പ്രധാനം ഈ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നതുകൂടി പറയേണ്ടി വരും. സൈത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ കുമ്മനത്തിൻ്റെ പേര് തിരുവനന്തപുരത്തേക്കാണ് നേരത്തെ ആളുകളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ BJP മറ്റെന്തോ കാത്തിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഇപ്പോഴും ഇടതുമുന്നണിയുടെയും BJPയുടെയും സ്ഥാനാർത്ഥി ആയിട്ടില്ല, UDFിൻ്റെ സ്ഥാനാർത്ഥി മാത്രമേ ആയിട്ടുള്ളൂ. ഈ ലിസ്റ്റിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ കാസർഗോഡ് അശ്വിനി ML ആണ് മത്സരിക്കുന്നത്. നേരത്തെ തന്നെ അക്കാര്യത്തിൽ ധാരണയായതാണ്. കല്യാശ്ശേരിയിൽ AV സനിൽകുമാറാണ് മത്സരിക്കുന്നത്. തളിപ്പറമ്പിൽ N ഹരിദാസ് മത്സരിക്കുന്നു. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മത്സരിക്കുന്നത് K രഞ്ജിത്താണ്. തലശ്ശേരിയിൽ O നിഷീദ് മത്സരിക്കുന്നു. കൂത്തുപറമ്പിൽ ഷിജിലാൽ മത്സരിക്കുന്നു. മട്ടന്നൂരിൽ ബിജു ഇലക്കുഴിയാണ് മത്സരിക്കുന്നത്. കൽപ്പറ്റയിൽ പ്രശാന്ത് മത്സരിക്കുന്നു. കൊണ്ടോട്ടിയിലെ സ്ഥാനാർത്ഥിയായി വരുന്നത് P സുബ്രഹ്മണ്യമാണ്. ഏറനാട് N ശ്രീപ്രകാശ് മത്സരിക്കുന്നു. മഞ്ചേരിയിൽ പത്മശ്രീ M മത്സരിക്കുന്നു. KP ബാബുരാജാണ് മത്സരിക്കുന്നത് പെരിന്തൽമണ്ണയിൽ. മങ്കടയിൽ ലിജോയ് പോൾ മത്സരിക്കുന്നു. മലപ്പുറത്ത് അശ്വതി ഗുപ്തകുമാറാണ് മത്സരിക്കുന്നത്. വേങ്ങരയിൽ ജയകൃഷ്ണൻ VN ആണ് മത്സരിക്കുന്നത്. അടുത്തത് വള്ളിക്കുന്നാണ്. വള്ളിക്കുന്നിൽ M പ്രേമൻ മാസ്റ്റർ. തിരൂരങ്ങാടിയിൽ റിജു C രാഘവ്. താനൂരിൽ ദീപ പുഴയ്ക്കൽ. തിരൂരിൽ നാരായണൻ മാസ്റ്റർ. തവനൂരിൽ രവി തേളത്ത്.
തൃത്താലയിൽ വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, പട്ടാമ്പിയിൽ പി മനോജ്, കൊങ്ങാട് രേണു സുരേഷ്, തരൂരിൽ സുരേഷ് ബാബു, ചിറ്റൂരിൽ പ്രാണേഷ് രാജേന്ദ്രൻ, ആലത്തൂരിൽ കെ വി പ്രസന്നകുമാർ, ഗുരുവായൂരിൽ ബി ഗോപാലകൃഷ്ണൻ. ഒരു പ്രധാനപ്പെട്ട പേര് ഗുരുവായൂരിൽ ബി ഗോപാലകൃഷ്ണൻ മത്സരിക്കുന്നു എന്നുള്ളതാണ്. ബി ഗോപാലകൃഷ്ണന്റെ പേര് ആദ്യപ്പെട്ട പട്ടികയിലില്ലായിരുന്നു. അദ്ദേഹം മത്സരിക്കുന്നത് ഗുരുവായൂരിലാണ്. വടക്കാഞ്ചേരിയിൽ ടി എസ് ഉല്ലാസ് ബാബുവാണ് മത്സരിക്കുന്നത്. ഒല്ലൂരിൽ ബിജോയ് തോമസ് ആണ്. നാട്ടികയിൽ സി സി മുകുന്ദൻ CPI വിട്ട് കോൺഗ്രസിലേക്ക് പോകാൻ എത്തിയെങ്കിലും അവിടെ പ്രവേശനം ലഭിക്കാതെ ഒടുവിൽ BJP-യിലേക്ക് എത്തിയ CC മുകുന്ദൻ, നാട്ടികയിൽ നിന്ന് CC മുകുന്ദൻ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കും.